നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്, ചതി. ഞങ്ങൾക്കറിയാം ചേട്ടാ, ഞാനും നമ്മുടെ മോളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. നീ നിന്റെ കട്ടിൽ കിടന്ന് ഉറങ്ങിയേക്കണം. ഇങ്ങോട്ട് അടുക്കാൻ പോലും നോക്കരുത്. നീയും മീനാക്ഷിയും കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. മറ്റന്നാള് ഡിവോഴ്സ് പെറ്റീഷന്റെ അടുത്ത ഡേറ്റ്. അത് മറക്കണ്ട. അത് മറക്കില്ല. എന്നെ ദ്രോഹിച്ചവരോട് പകരം വെട്ടാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. ദേവിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, നിന്റെ അച്ഛനെന്ന് പറയുന്ന എന്റെ ജേട്ടന് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല. ജേട്ടന് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചിരിക്കുന്നു. അന്യന്റെ വിഷമതകളിൽ അലിയുന്ന മനസ്സാ ജേട്ടന്റേത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ തന്റെ പ്രശ്നങ്ങളെ കരുതുന്ന ആൾ. ജയേട്ടൻ സഹായിച്ചത്. ആ മായമ്മ ജയേട്ടൻ കൊടുത്ത സഹായം സ്വീകരിക്കാൻ കാരണം ആ സമയത്ത് ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു. അതാ, അല്ലെങ്കിൽ അവരെന്നോട് ചോദിക്കുള്ളായിരുന്നു. വേണ്ട, ഇനി ആ വിളി വേണ്ട. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയുടെയും കൈമളിന്റെയും മകൻ മരിച്ചു. ഇനി ഇരിക്കപ്പെണ്ട വെക്കണം. ഇവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെമ്പകമംഗലത്തെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇവന്റെ ചിത എരിഞ്ഞടങ്ങിയിരിക്കണം. ഗർഭത്തിൽ ചുമന്നതും പൊക്കിൽ കൊടിയിലൂടെ പ്രാണൻ തന്നതും എല്ലാം എല്ലാം ഇവിടെ അവസാനിച്ചു. നശിച്ചു പോവടാ നീ. ഇറങ്ങി പോടാ ഇവിടുന്ന്.
അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവര് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അവര് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള പണം അവര് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. തനിക്ക് 2 വിസിറ്റേഴ്സ് ഉണ്ട്. ജേട്ടാ, അച്ഛാ, നന്ദിനി എന്റെ മകളാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്, ചതി. ഞങ്ങൾക്കറിയാം ജേട്ടാ. ഞാനും നമ്മുടെ മോളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു കോടതിയും അച്ഛനെ ശിക്ഷിക്കാൻ പോകുന്നില്ല. അച്ഛനെ എത്രയും വേഗം പുറത്തിറക്കാനുള്ള ശ്രമത്തിലാ ഞങ്ങള്. മോളെ, എന്റെ അച്ഛൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് നിനക്ക് വീണ്ടും കാണേണ്ടി വന്നു അല്ലേ? അച്ഛൻ ഇങ്ങനെ തളരാതെ. അച്ഛൻ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ആരൊക്കെ സംശയത്തിന്റെ കണ്ണിൽ നോക്കിയാലും ഞങ്ങള് 2 പേർക്കും അറിയാലോ അച്ഛൻ നിരപരാധിയാണെന്ന്. സ്വന്തം മകളും ഭാര്യയോ പറയുന്നത് ജേട്ടന് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. മറഞ്ഞിരുന്ന് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെയും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. എനിക്കറിയാം അവളാണ് ഇതിന് പിന്നിലെന്ന്. ആ ഇന്ദ്രജ. നന്ദിനി, നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനും മടിക്കില്ല അവള്. നിങ്ങൾ എന്നെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണെന്ന് അവളിപ്പോഴേ അറിഞ്ഞു കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.